നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 യൂണിറ്റ് 7 സ്റ്റോറി ടെല്ലിംഗ് 10 സ്ട്രാറ്റജീസ് ഫോർ മാക്സിമം ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നാച്ചുറലി സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ടങ്ങ് നീങ്ങും അല്ലേ. അപ്പോൾ സ്റ്റോറീസ് എന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യുന്നു, നമ്മളെ കുറച്ചും കൂടി സ്റ്റോറീസ് നമ്മുടെ മൈൻഡിൽ മെമ്മറബിളായിട്ട് കിടക്കുന്നു. അപ്പോൾ ന്യൂറോ സയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐഡിയ തന്നെ. അതായത് സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽസ് ആയിട്ടുള്ള ഡോപ്പമൈൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇമോഷണൽ കണക്ഷൻ, ഒരു ട്രസ്റ്റ്, അതൊക്കെയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത് നമ്മളൊരു കഥ കേൾക്കുമ്പോൾ. ആസ് എ റിസൾട്ട് സ്റ്റോറി ടെല്ലിംഗ് ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു. സോ നമുക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഇതുവഴി നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. അതാണ് പവർ ഓഫ് ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ്. അതുകൊണ്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഇറക്കുമ്പോൾ ആളുകൾ നമുക്ക്, അതായത് ഈ ഓഡിയൻസിൽ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാവുന്ന രീതിയിലും എന്താ പറയുക, പിന്നെ കുറച്ച് ഒരു കഥ പോലെയും അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലും അഡ്വർടൈസ്മെൻറ്റ്സ് ഇറക്കുന്നത്. കാരണം സ്റ്റോറി ടെല്ലിംഗ് ആണ് ഹ്യൂമൻ ബീങ്സിനെ കുറച്ചും കൂടി എന്താക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ ആൻഡ് ട്രസ്റ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നൊരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡുകളിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം ഇമ്പാക്റ്റ് കൊണ്ടുവരാം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബ്രാൻഡ് സ്റ്റോറി ക്ലിയർ ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം, മനസ്സിലാക്കാൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം ഓഡിയൻസിന്. അതായത് ആ മെസ്സേജ് എന്താണെന്ന് വിത്തൗട്ട് എനി കൺഫ്യൂഷൻ ഓഡിയൻസിന് മനസ്സിലാവണം. അപ്പോൾ ആ ഓഡിയൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ലാംഗ്വേജും ഒരു ലോജിക്കൽ ഫ്ലോയും എല്ലാം വേണം. വിഷ്വൽ എലമെൻറ്റ്സ്, ഇമേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഹ്യൂമർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി സ്റ്റോറീസ് എൻജോയബിൾ ആൻഡ് റിലേറ്റബിൾ ആയിട്ട് മാറ്റും. ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ബ്രാൻഡുകളും ഓഡിയൻസും നമ്മൾ ഇമോഷണൽ ഡിസ്റ്റൻസ് റെഡ്യൂസ് ആവും. നല്ല കറക്റ്റായിട്ടാണ് നമ്മൾ ഹ്യൂമറിനെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഫീലിങ്സ് ആ ഒരു ബ്രാൻഡിനോട് ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഓക്കെ, സ്ട്രാറ്റജി 3 എന്ന് നെക്സ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമർ സ്റ്റോറീസും ടെസ്റ്റിമോണിയൽസും ഒരു പവർഫുൾ സോഷ്യൽ പ്രൂഫാണ്. എന്ന് വെച്ചാൽ ഉപയോഗിച്ച് ബ്രാൻഡ് യൂസ് ചെയ്ത ആളുകൾ ഈ ടെസ്റ്റിമോണിയൽസ് വന്നൊരു സാക്ഷി പോലെ ഇങ്ങനെ പറയത്തില്ലേ, ഞാൻ യൂസ് ചെയ്തു, നല്ലതാണ്. കസ്റ്റമേഴ്സിൻ്റെ സ്റ്റോറീസ്, ഇപ്പോൾ ഡവ് സോപ്പിനൊക്കെ, ഞാൻ ഈ ഡവ് സോപ്പ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആളുകളാണ് വന്ന് ടൂത്ത് പേസ്റ്റ് നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയുന്നത്. സോ അവിടെയൊക്കെ എന്താണ്, കസ്റ്റമർ സ്റ്റോറീസാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു സോഷ്യൽ പ്രൂഫാണ്. അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഓഡിയൻസിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ബാക്കിയുള്ളവർ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് യൂസ് ചെയ്യും. അതാണ് ഈ റേറ്റിംഗ് 4 സ്റ്റാർ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കൊടുക്കുമ്പം അതിൻ്റെ ഇമേജസ് ആളുകൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് നോക്കിയാണ് എടുക്കുന്നത് അല്ലേ. ഇനി സ്ട്രാറ്റജി 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു എഫക്റ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കിൽ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ഓഡിയൻസിൻ്റെ മൈൻഡിൽ. ഒരു സർപ്രൈസിങ് ഫാക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഓപ്പണിങ്ങോ ഒരു ക്വസ്റ്റ്യനോ ഉണ്ടായിരിക്കണം. അപ്പം എന്തിനാണ്? ഈ ആളുകളുടെ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു കണ്ടൻറ്റിലോട്ട്. ഓക്കെ, സ്ട്രാറ്റജി 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. സ്റ്റോറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഫാക്റ്റ് മാത്രം പറയുന്നേ ആവരുത്. കുറച്ച് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്ഷണൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാലേ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് മാറ്റാൻ പറ്റൂ. പിന്നെ എന്താണ് അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്? സ്ട്രാറ്റജി 6 എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് സ്റ്റോറി ടെല്ലിംഗ് നോക്കുക. അപ്പോൾ ബ്രാൻഡ്സിന് ഓഡിയൻസിൻ്റെ ഫീലിങ്സും സ്ട്രഗിൾസും മോട്ടിവേഷൻസും മനസ്സിലാക്കി അവരുടെ ഇമോഷണൽ എക്സ്പീരിയൻസ് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. ഒരു പേഴ്സണൽ ലെവലിന് ഓഡിയൻസിന് ഫീൽ ചെയ്യണം. സ്ട്രാറ്റജി 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റും ഒതൻറ്റിസിറ്റിയും ബ്രാൻഡുകൾ ബിൽഡ് ചെയ്യുക. അതായത് ഹൗ ആൻഡ് വൈ ബ്രാൻഡ് വാസ് ക്രിയേറ്റഡ്. അപ്പോൾ ഓഡിയൻസിന് അവരുടെ ആ ഒരു ട്രാൻസ്പെറൻസി, അവരുടെ ആ ഒരു ജേർണി, ചലഞ്ച്, മോട്ടിവേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുക. ഓക്കെ, സ്ട്രാറ്റജി 8 എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പവർഫുൾ ടൂൾസാണ്. അപ്പോൾ ബ്രാൻഡ്സിന് കസ്റ്റമർ എക്സ്പീരിയൻസിനെ കുറിച്ചും ബിഹൈൻഡ് ദ സീൻസ് കോണ്ടൻറ്റിനെ കുറിച്ചും പേഴ്സണൽ സ്റ്റോറീസൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യത വരും, റിലയബിലിറ്റി വരും. ക്യാപ്ഷൻസും വിഷ്വൽസും ഇൻട്രാക്ഷൻസും ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ
അതായത് നമ്മളിപ്പോൾ കാണുമല്ലോ ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ദാണ്ട് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ എനിക്കുണ്ടായി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, വാങ്ങിക്കും അല്ലേ ആ ഒരു പ്രോഡക്റ്റ്. ഇനി സ്ട്രാറ്റജി 9 എന്ന് വെച്ചാൽ എന്താണ്, മെറ്റഫേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുക. മെറ്റഫേഴ്സ് വെച്ചിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ സിമ്പിളാക്കി മാറ്റുക. അതായത് നമ്മൾ കമ്പയർ ചെയ്യുക അവരുടെ സിറ്റുവേഷനുമായിട്ട്, ഫെമിലിയർ എക്സ്പീരിയൻസുമായിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ജേർണിയെ ഒരു മാരത്തോണുമായിട്ട് കമ്പയർ ചെയ്യുക. ഓഡിയൻസിന് ആ ഒരു എഫേർട്ട്, സ്ട്രാറ്റജി ആൻഡ് പ്രോഗ്രസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് എഫേർട്ടിൻ്റെ സക്സസ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അതായത് ബ്രാൻഡുകൾ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇറക്കിയിട്ട് ചുമ്മാ അങ്ങ് ഇരുന്നാൽ മതിയോ, ഇല്ല, എത്രമാത്രം അത് ഓഡിയൻസിന് റീച്ച് ആയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓഡിയൻസിൻ്റെ ബിഹേവിയറും ഈ പെർഫോമൻസും എങ്ങനെ ഇത് എൻഗേജ്ഡ് ആയെന്നുള്ളതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അറിയണം. ഓക്കെ, എന്തൊക്കെയാണ് വർക്കായത്, എന്തൊക്കെയാണ് വർക്കാവാത്തത്, അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് 10 സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പം എഫക്റ്റീവായിട്ടുള്ള ബ്രാൻഡ് സ്റ്റോറി ടെല്ലിങ്ങിൽ ക്ലാരിറ്റി, ഇമോഷൻ, ക്രിയേറ്റിവിറ്റി, ഒതൻറ്റിസിറ്റി ഇതൊക്കെ വേണം. ട്രസ്റ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ഈ 10 സ്ട്രാറ്റജീസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡ്സിൻ്റെ ഒരു മീനിങ് ഫുൾ ആൻഡ് ലാസ്റ്റിക് കണക്ഷൻസ് ഓഡിയൻസുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.